പഠിക്കുന്ന കുട്ടികൾ പലരും പറയുന്ന ഒരു പ്രശ്നമാണ് പഠിച്ചത് മറന്നു പോകുന്നു അല്ലെങ്കിൽ പഠിച്ചത് ഓർത്തെടുക്കാൻ കഴിയില്ല എന്നുള്ളത്. പരീക്ഷാ സമയത്ത് പല കാര്യങ്ങളും നാവിൻ്റെ തുമ്പിലുണ്ടാവും, പക്ഷെ അത് ഓർത്തെടുത്ത് എഴുതാൻ പറ്റാത്ത ഒരവസ്ഥ. എന്നാൽ പഠിക്കുന്ന സമയത്ത് വളരെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുത്ത് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാൻ പറ്റുന്ന രീതിയിലാക്കി എടുക്കാൻ പറ്റും. അതിനു വേണ്ടിയുള്ള ടിപ്സുകളും ട്രിക്കുകളുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ആർ വ്ലോഗ് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും പുതിയ പാഠഭാഗങ്ങൾ പഠിച്ചു തുടങ്ങുന്നത് ക്ലാസ് റൂമുകളിൽ വെച്ചാണ്. പഠിക്കുന്ന കാര്യം ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ അത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഇതിനായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ പറയുന്നതിനൊരു കാരണമുണ്ട്. അതായത് നമ്മൾ ആദ്യമായിട്ടൊരു പുതിയൊരു കാര്യം വായിച്ച് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കൂടുതൽ ടൈമും എഫേർട്ടും വേണ്ടി വരും. മാത്രമല്ല പലപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ അർത്ഥം മാറിപ്പോയി അതിൻ്റെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന കാര്യം മാറിപ്പോകാനും ചാൻസ് ഉണ്ട്. എന്നാൽ ഇത് നന്നായിട്ട് അറിയുന്ന ഒരു ടീച്ചേഴ്സ് കൃത്യമായി സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു തരുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും നമ്മുടെ ഓർമ്മയിൽ നിൽക്കാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അതുമാത്രമല്ല പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനും പറ്റും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി രണ്ടാമതായി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിക്കുക എന്നുള്ളതാണ്. എനിക്കറിയാതെ നമ്മളോട് എപ്പോഴും ടീച്ചേഴ്സ് പറയുന്നതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. പക്ഷേ ഇങ്ങനെ പറയുന്നതിന് പിന്നിൽ ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ മറവിയെക്കുറിച്ച് കുറേ പഠനങ്ങൾ നടത്തിയ ഒരു ജർമ്മൻ സൈക്കോളജിസ്റ്റാണ് ഹെർമൻ എബിംഗ്ഹോഫ് എന്ന് പറഞ്ഞൊരു വ്യക്തി. അദ്ദേഹം എബിംഗ്ഹോഫ് ഫോർഗെറ്റിംഗ് കർവ് എന്ന ഒരു ഗ്രാഫിലൂടെ മനുഷ്യൻ്റെ മറവിയെ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മൾ ഒരു കാര്യം പുതുതായി പഠിച്ച് 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ 50% മറന്നു പോകും. 24 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ 70% കാര്യങ്ങളും മറന്നു പോകും. എന്നാൽ ഈ 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് നമ്മളൊന്നും കൂടി അത് പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊന്നും കൂടി അത് റിവൈസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ മെമ്മറിയിൽ ഓർത്തിരിക്കാനുള്ള ചാൻസ് കൂടും. അതായത് നമ്മൾ പെട്ടെന്ന് മറന്നു പോകത്തില്ല. അതുകൊണ്ടാണ് നമ്മളോടൊക്കെ നമ്മുടെ ടീച്ചേഴ്സ് അന്നന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്തതായി പഠിക്കുന്ന സ്ഥലവും സമയവും വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ നല്ല ഏകാഗ്രത കിട്ടുന്ന, നല്ല വായുസഞ്ചാരമുള്ള, നല്ല വെളിച്ചമുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഇനി പഠിക്കുന്ന സമയം ഏതാണ് നല്ലത് എന്ന് ചോദിച്ചാൽ അത് കൃത്യമായി പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഓരോരോ വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാവിലെയും രാത്രിയും പഠിച്ച് ഓരോ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് രാവിലെ വായിക്കുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അതായത് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ബ്രെയിനൊക്കെ നല്ല ഫ്രഷാണ്. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. എന്നാൽ രാത്രി പഠിക്കുന്ന കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ മെമ്മറിയിൽ കൂടുതൽ സ്റ്റോർ ചെയ്ത പോലെ അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയുന്ന പോലെ തോന്നിയിട്ടുള്ളത്. രാത്രി നമ്മൾ പഠിച്ചു കഴിഞ്ഞ് നമ്മുടെ ബ്രെയിൻ ആ ഡാറ്റയൊക്കെ ഒന്ന് പ്രോസസ്സ് ചെയ്ത് നമ്മുടെ മെമ്മറിയിൽ രജിസ്റ്റർ ചെയ്യുന്നതാവാം അതിന് കാരണം. എന്നിരുന്നാലും രാത്രി പഠിക്കുമ്പോൾ കുറച്ചും കൂടി എഫേർട്ട് എനിക്ക് കൂടുതലായിട്ട് എടുക്കേണ്ടി വരാറുണ്ട്. അതായത് നമ്മൾ ആ ദിവസം കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ബ്രെയിൻ കുറച്ച് വീക്കായിരിക്കുന്ന സമയത്താണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എഫേർട്ട് വേണ്ടി വരും. എന്നാൽ എല്ലാവർക്കും ഇതുപോലെ തന്നെ ആവണമെന്നുമില്ല. ചിലർക്ക് രാവിലെ പഠിക്കുന്നതായിരിക്കും കൂടുതൽ മെമ്മറി നിലനിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു പരീക്ഷണം നടത്തി നിങ്ങൾ രാവിലെയും രാത്രിയും പഠിച്ച് നിങ്ങൾക്ക് ഏത് സമയത്താണ് കൂടുതൽ മെമ്മറി നിലനിൽക്കുന്നത് എന്ന് നിങ്ങളൊരു പരീക്ഷണം നടത്തി ആ സമയത്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇനി നാലാമത്തെ കാര്യം, നമ്മുടെ ഇന്ദ്രിയങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മശക്തി കുറേ അധികം വർദ്ധിപ്പിക്കാൻ കഴിയും. ഇവിടെ കുറച്ചധികം കാര്യങ്ങൾ പറയാണ്ട്. അതിലൊന്നാമത്തെ കാര്യം, നിങ്ങൾ പഠിക്കുമ്പോൾ ഉറക്കെ വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ പറയുന്നതിന് ഒരു കാരണമുണ്ട്. അതായത് നിങ്ങൾ ഉറക്കെ വായിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ഒരേ സമയം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 2 തരത്തിലുള്ള ഇന്ദ്രിയങ്ങളെയാണ് ആ സമയത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരേ സമയം തന്നെ നിങ്ങളുടെ ഓഡിറ്ററി ആയിട്ടുള്ളതും വിഷ്വൽ ആയിട്ടുള്ളതും മെമ്മറീനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യുകയും 2 തരത്തിൽ ഒരേ ഡാറ്റ സേവ് ചെയ്യുകയും നിങ്ങളുടെ മെമ്മറിയിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുള്ള ചാൻസ് ഡബിൾ ആവുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ പറയേണ്ട ഒരു വേറൊരു കാര്യമാണ്, നിങ്ങൾ പഠിക്കുമ്പോൾ പഠിപ്പിക്കുന്ന രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ കുറച്ച് സ്റ്റുഡൻസ് ഉള്ളതായി സങ്കല്പിച്ച് അവരെ പഠിപ്പിക്കുന്ന രീതിയിൽ പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റഡ് ആവുകയും അല്ലെങ്കിൽ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് പഠിപ്പിക്കുന്ന രീതിയിൽ പഠിപ്പിക്കുകയും ചിലപ്പോൾ പല ഭാഗങ്ങളും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയും പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ പറയുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മെമ്മറിയിൽ അത് സേവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി 5ാമതായി, പഠിക്കുമ്പോൾ നിങ്ങൾ പരമാവധി എഴുതി പഠിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഇക്വേഷൻസ്, ഫോർമുല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം. എന്നാൽ പല ഭാഗങ്ങളും അല്ലെങ്കിൽ വലിയ പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് എപ്പോഴും എഴുതി പഠിക്കുന്നത് പ്രായോഗികമാകണമെന്നില്ല. ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഭാഗത്തിൻ്റെ ചെറിയൊരു ഷോർട്ട് നോട്ട് എഴുതുക എന്നുള്ളതാണ്. ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വായിക്കുന്ന എല്ലാ പാരഗ്രാഫിലും ഒരു പ്രധാന കണ്ടൻറ്റ് എപ്പോഴും ഉണ്ടായിരിക്കും. ആ ഒരു കണ്ടൻറ്റ് നിങ്ങൾ നിങ്ങളുടേതായ ഭാഷയിൽ ഒരു നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കുക.
ഈ ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടാൻ പോകുന്നത് റിവിഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്തായിരിക്കും ഏറ്റവും ഉപകാരപ്പെടുന്നത്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ 5-6 മണിക്കൂറും കൊണ്ട് വായിക്കേണ്ട ഒരു കണ്ടൻറ്റുകൾ വെറും 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു ഷോർട്ട് നോട്ട് നിങ്ങൾ എന്തായാലും എഴുതി വയ്ക്കുക. ഇനി 6-ാമതായി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. പലരും അത് അർത്ഥം മനസ്സിലാക്കാതെ കാണാപ്പാഠം പഠിച്ചു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ കാണാപ്പാഠം അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മറന്നു പോകും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ പാരൻസിനോടോ ഒക്കെ ചോദിച്ച് അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇൻ കേസിന് ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഗൂഗിൾ ട്രാൻസ്ലേറ്ററോ അല്ലെങ്കിൽ ഡിക്ഷണറീസോ ഒക്കെ നോക്കി അർത്ഥം മനസ്സിലാക്കി വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ എങ്ങനെ പഠിച്ചാലും നിങ്ങളുടെ അതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അത് നിങ്ങളെ ഓർമ്മയിൽ നിലനിൽക്കത്തുള്ളൂ. അതുപോലെ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് ക്രിയേറ്റീവ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡ്. അതായത് നിങ്ങളൊരു പാഠഭാഗം വായിക്കുകയോ പഠിക്കുകയോ ചെയ്യുമ്പോൾ അത് നിങ്ങൾ വിഷ്വലി ഇമാജിൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു ചിത്രങ്ങൾ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഉദാഹരണമായിട്ട് നിങ്ങൾ ഹിസ്റ്ററിയാണ് പഠിക്കുന്നത് കരുതുക. ഹിസ്റ്ററിയിൽ മേ ബി ഉപ്പ് സത്യാഗ്രഹമാണ് പഠിക്കുന്നത് കരുതുക. അപ്പോൾ നിങ്ങളത് പഠിക്കുമ്പോൾ അത് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ഗാന്ധിജി ദണ്ഡിയാത്ര നടത്തുന്നതും ഉപ്പ് കുറുക്കുന്നതും സമരം ചെയ്യുന്നതും ഒക്കെ നിങ്ങളൊരു ഒരു സിനിമ പോലെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അതിൻ്റെ ചിത്രങ്ങളോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് ഓർത്തിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് കുറേ വർഷങ്ങളാണ് പഠിക്കാനുള്ളത് എങ്കിൽ നിങ്ങളൊരു ടൈം ലൈൻ ഉണ്ടാക്കിയിട്ട് ആ ടൈം ലൈനിൽ ഓരോ വർഷങ്ങളും അതിൻ്റെ സംഭവങ്ങളും എഴുതി വെച്ച് ക്രമമായിട്ട് അടുക്കി വെച്ച് വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു ഓർഡറിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി സീക്വൻസ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ പുതിയ കഥകൾ ഉണ്ടാക്കാനും നിങ്ങളുടെ മെമ്മറിയിൽ രജിസ്റ്റർ ചെയ്യാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇനി നിങ്ങൾ പഠിക്കുന്ന ഭാഗത്ത് കുറേ അധികം ഡാറ്റാസ് ഉണ്ടെങ്കിൽ ഈ ഡാറ്റാസിനെയൊക്കെ നിങ്ങളൊരു ഗ്രാഫാക്കി മാറ്റുകയോ അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ടാക്കിയോ അല്ലെങ്കിൽ ഒരു ഡയഗ്രാം ആക്കി മാറ്റുകയോ ചെയ്യുക. അപ്പോൾ അതായത് നിങ്ങളിങ്ങനെ ഒരു ഇമേജ് ആക്കി മാറ്റി വയ്ക്കുമ്പോൾ അത് നിങ്ങളുടെ മെമ്മറിയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് പരമാവധി ഇമേജുകൾ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതായത് കുറേ വാക്കുകൾ പഠിക്കുന്നതിന് പകരം അതിൻ്റെയൊക്കെ ഒരു ഇമേജ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അത് നിങ്ങളുടെ മെമ്മറിയിൽ രജിസ്റ്റർ ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം വാക്കുകളെക്കാളും കൂടുതലും ഇമേജാണ് മെമ്മറിയിൽ കൂടുതൽ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് ചില സ്റ്റോറീസ് അല്ലെങ്കിൽ കഥകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഈ കഥകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സ്റ്റോറീസ് കണക്ട് ചെയ്ത് ഉണ്ടാക്കുക. ഈ സ്റ്റോറീസിന് അങ്ങനെ ലോജിക്ക് വേണമെന്നില്ല. പലപ്പോഴും ലോജിക്ക് ഇല്ലാത്ത കഥകളായിരിക്കും നിങ്ങളുടെ മെമ്മറിയിൽ കൂടുതൽ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ കൂടി ശ്രമിക്കുക. ഇനി ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് നിങ്ങൾ പഠിക്കുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട കോഡുകൾ അല്ലെങ്കിൽ നിമോണിക്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. അതായത് നിമോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ മഴവില്ലിൻ്റെ 7 നിറങ്ങൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ഈ 7 നിറങ്ങൾ അതിൻ്റെ ക്രമത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ VIBGYOR എന്ന് പറഞ്ഞൊരു കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു നിമോണിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് പറ്റുന്ന സാഹചര്യങ്ങളിലെല്ലാം നിങ്ങൾ അതിൻ്റെ ഓരോ നിമോണിക്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് പഠിക്കുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് വേറെ തരത്തിലുള്ള കോഡുകളും ഉണ്ടാക്കാം. ഉദാഹരണമായിട്ട് ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ നമ്മുടെ 9 പ്ലാനറ്റ്സ് അല്ലെങ്കിൽ 9 ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് സെർവ്ഡ് ഓഫ് 9 pizzas എന്നൊരു കോഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനൊരു കോഡ് പഠിക്കുന്നതോടെ നമുക്ക് മെർക്കുറി മുതൽ പ്ലൂട്ടോ വരെയുള്ള 9 ഗ്രഹങ്ങളെക്കുറിച്ച് പെട്ടെന്ന് ഓർത്തിരിക്കാൻ കഴിയും. ഇതിലിപ്പോൾ പ്ലൂട്ടോ ഇപ്പോൾ ഒരു ഗ്രഹമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ മാറ്റിയിട്ട് മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് സെർവ്ഡ് ഓഫ് ന്യൂഡിൽസ് എന്നാക്കാം. അപ്പോൾ നിങ്ങൾക്ക് മെർക്കുറി മുതൽ നെപ്റ്റ്യൂൺ വരെയുള്ള 8 ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫിസിക്സ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു സംശയമായിരുന്നു, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ഗെയിൻ ആണോ ലോസ് ആണോ, അല്ലെങ്കിൽ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിൻ ആണോ ലോസ് ആണോ. അപ്പോൾ നമ്മളൊരു കോഡ് ഉണ്ടാക്കി, ഓക്സിഡേഷൻ ഈസ് ലോസ്, റിഡക്ഷൻ ഈസ് ഗെയിൻ. അത് എല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ ഓയിൽ റിഗ് എന്ന് പറഞ്ഞൊരു കോഡ് ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെ ഈ ഓയിൽ റിഗ് എന്ന് പറഞ്ഞൊരു വാക്ക് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കൺഫ്യൂഷൻ നമുക്ക് എപ്പോൾ വന്നു കഴിഞ്ഞാലും അത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള കോഡുകൾ ഉണ്ടാക്കി അതെല്ലാം പഠിക്കാൻ ശ്രമിക്കുക. ഇനി 10ാമതായിട്ട് എങ്ങനെയാണ് ഇക്വേഷൻസും ഫോർമുലാസൊക്കെ ഓർത്തിരിക്കുക എന്നുള്ളത്. നമ്മൾക്ക് പലർക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇക്വേഷൻസും ഫോർമുലാസും ഓർത്തിരിക്കുക. കാരണം നമുക്കിങ്ങനെ ഒരു കഥകൾ ഉണ്ടാക്കാനോ കോഡുകൾ ഉണ്ടാക്കാനോ ഒക്കെ പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. പലപ്പോഴും നമ്മളത് കാണാതെ തന്നെ പഠിക്കേണ്ടി വരും. അങ്ങനെ കാണാതെ പഠിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് മറന്നു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയാണ്. നിങ്ങളൊരു കടലാസ് എടുത്തിട്ട് ഈ ഇക്വേഷൻസും ഫോർമുലാസൊക്കെ പരമാവധി വലിയ അക്ഷരത്തിൽ എഴുതി നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് ഒട്ടിച്ച് വയ്ക്കുക. അത് നിങ്ങളുടെ ബെഡ്റൂം ആകാം, ലിവിങ് റൂം ആകാം, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും കാണുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ അതിലെ നടന്നു പോകുമ്പോൾ നിങ്ങൾ അറിയാതെ ആ ഇമേജ് നോക്കുകയും അതിൻ്റെ ഒരു ഇമേജ് നിങ്ങളുടെ മെമ്മറിയിലേക്ക് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും. ഇത് ഒരു മെത്തേഡാണ്.
രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻസിലും ഫോർമുലാസിലൊക്കെ നിങ്ങൾ പല നമ്പറുകൾ മാറ്റിയിട്ട് പരമാവധി അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഉദാഹരണമായിട്ട് a+b² = a² + 2ab + b² ആണെങ്കിൽ നിങ്ങൾ ഈ a+bക്ക് എയ്ക്കും ബിക്കും പല നമ്പർ 2, 3 അല്ലെങ്കിൽ 4, 5 അങ്ങനെ പല നമ്പറുകൾ ഇട്ടിട്ട് നിങ്ങളത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ കുറേ പ്രാക്ടീസ് ചെയ്യുന്നതോറും നിങ്ങൾ ആ ഇക്വേഷൻസ് നിങ്ങളുടെ മെമ്മറിയിലേക്ക് രജിസ്റ്റർ ആവും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് പഠിക്കുന്ന മെത്തേഡുകളാണ്. അതായത് എഫിഷ്യൻ്റായിട്ട് മെമ്മറിയിൽ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ പഠിക്കുക എന്നുള്ളത്. പക്ഷേ പലപ്പോഴും നമ്മളിങ്ങനെ പഠിച്ചു കഴിഞ്ഞാലും നമ്മുടെ അത് ഷോർട്ട് ടൈം മെമ്മറിയിലായിരിക്കും രജിസ്റ്റർ ചെയ്യുക. എന്നാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ലോങ് ടൈം മെമ്മറിയിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സ്പേസ്ഡ് റിപ്പീറ്റേഷൻ ടെക്നിക്ക് അല്ലെങ്കിൽ സ്പേസ്ഡ് മെമ്മറൈസേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് ഉണ്ട്. ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്, വളരെ എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഈ ടെക്നിക്ക് വളരെ സിമ്പിളാണ്. ഈ പറയുന്ന പോലെ തന്നെ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ, അതായത് നമ്മൾ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുക. പഠിച്ച കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ പ്രിപ്പയർ ചെയ്ത ഷോർട്ട് നോട്ടുകളാണ് നമുക്കിതിൽ ഏറ്റവും യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ ടെക്നിക്ക് വളരെ സിമ്പിളാണ്. ആകെ ചെയ്യാനുള്ള ഇത്ര കാര്യമുള്ളൂ. അതായത് നിങ്ങളൊരു പുതിയ പാഠഭാഗം വായിക്കുന്നു, ആ സമയത്ത് തന്നെ നിങ്ങൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്നു. ഷോർട്ട് നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു തവണ വായിക്കുക. അത് കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞ് ഒരു തവണ വായിക്കുക. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് ഒരു തവണയും കൂടി വായിക്കുക. അത് കഴിഞ്ഞ് 8 മണിക്കൂർ കഴിഞ്ഞ് ഒരു തവണയും കൂടി വായിക്കുക. അത് കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞ് ഒരു തവണയും കൂടി വായിക്കുക. പിന്നെ 2-3 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തവണ കൂടി വായിക്കുക. പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് ഒരു തവണയും കൂടി വായിക്കുക. ഇത്രയും തവണ വായിക്കുന്നതോടെ നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലോങ് ടൈം മെമ്മറിയിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കും. ഇത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ പിന്നെ പഠിച്ചത് മറന്നു പോവുകയില്ല. പിന്നീട് നിങ്ങൾക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത്, അതായത് നിങ്ങളുടെ എക്സാം ടൈമൊക്കെ വരുമ്പോൾ ഈ ഷോർട്ട് നോട്ടുകൾ ഒരു തവണയും കൂടി വായിച്ച് കഴിയുന്നതോടെ നിങ്ങൾ ആ കാര്യത്തിൽ തറവാവുകയും പിന്നെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നല്ല വ്യക്തമായിട്ട് പരീക്ഷയ്ക്ക് എഴുതാനും പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ടെക്നിക്കുകളെല്ലാം ശ്രമിച്ച് നോക്കുക. ഉറപ്പായും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. എങ്ങനെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളത് പഠിക്കുന്ന വിദ്യാർത്ഥികളുമായി ബന്ധപ്പെടുത്തിയാണ് ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ, അതായത് എങ്ങനെ ഒരു സ്ഥലം ഓർത്തിരിക്കാം, എങ്ങനെ പേരുകൾ ഓർത്തിരിക്കാം, എങ്ങനെ ഒരു ഡേറ്റ് ഓർത്തിരിക്കാം, എങ്ങനെ ഒരു സംഭവ വികാസങ്ങൾ ഓർത്തിരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കാൻ വേറെ കുറേ അധികം ടെക്നിക്കുകളുണ്ട്. നമുക്കിന്ന് എല്ലാം പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം പറഞ്ഞത്. അപ്പോൾ വേറൊരു എപ്പിസോഡിൽ നമ്മൾ ബാക്കിയുള്ള മെത്തേഡുകളും കൂടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. ഇനി വീണ്ടും പുതിയൊരു എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.